എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന നാച്ചുറൽ ഒരു ഹെയർ ഡൈ ആണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്ത് കറുപ്പാന്ന്. ഇതുപോലെ ഉണ്ടാക്കി തലേ തേച്ചിട്ടുണ്ടെങ്കിൽ മുടി ഒരു കാലത്ത് നമ്മുടെ തലമുടി വെളുത്തു വരില്ല. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാൻ പൊടിച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് കലക്കി തലേ തേച്ചാൽ മതി. എവിടെയെങ്കിലും പോണേന് അരമണിക്കൂർ മുമ്പ് തലേ തേച്ചിട്ട് കുളിച്ചാൽ മതി. നമ്മുടെ വെളുത്ത മുടിയൊക്കെ കറുത്ത് വരും. ചിലവർ പോകാൻ നേരത്തിന് എളുപ്പത്തിന് കന്മഷിയൊക്കെ വാരിത്തേക്കില്ലേ, അതിൻ്റെ ആവശ്യമില്ല. കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് അങ്ങ് തേച്ചിട്ട് കുളിച്ചിട്ട് പോയാൽ മതി. നല്ല പോലെ കറുത്ത് വരും. നല്ല മുടിക്ക് നല്ല കട്ടിയുണ്ടാവും. മുടി നല്ല ഓരോ മുടിയും കനം കുറഞ്ഞിരിക്കുന്ന മുടിയൊക്കെ നല്ല കട്ടിയിൽ, അന്നേരം മുടി ഒരുപാടുള്ള പോലെ തോന്നുകയും ചെയ്യും. ഈ ഡൈ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോകാവേ. ഇന്ന് മുടി കറുപ്പിക്കാനുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു കരിവേപ്പിലയാണ്. വേറെ ഒന്നുമല്ല, കറിവേപ്പിലയാണ് മെയിനായിട്ടുള്ള സാധനം. കറിവേപ്പില കൊണ്ട് എണ്ണ കാച്ചി തേച്ചാലും മുടി നല്ല കറുത്ത കളറിൽ വരും. ഡൈ ഉണ്ടാക്കി തേച്ചാലും മുടി നല്ല കറുത്ത കളറിൽ വരും. ഉണ്ട് ഒരു പിടുത്തം കറിവേപ്പില, നമ്മുടെ കരിവേപ്പിലുള്ള കരിവേപ്പില കേട്ടോ. ഉണ്ട് ഒത്തിരി വലിയ ഇലകളല്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കരിവേപ്പിലയ്ക്കാണ് വലിയ വലിപ്പം കൂടുതൽ. ഇത് വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലയ്ക്ക് ഇലയ്ക്ക് ചിലപ്പോൾ വലിപ്പം കുറവായിരിക്കും. വലിയ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന വലിയ മരമുണ്ട്, വലിയ മരം. അതിൻ്റെ കൂടേക്ക് നമുക്ക് കുറച്ച് മൈലാഞ്ചി ഇല നമ്മുടെ സ്വന്തം മൈലാഞ്ചി എന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അത് നാച്ചുറലായിട്ടുള്ള കരിവേപ്പില, നാച്ചുറലായിട്ടുള്ള മൈലാഞ്ചി ഞാൻ നിങ്ങളെ കാണിച്ച് ഇടണം. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പറിച്ചുകൊണ്ട് വന്നതാണ്. വലിയ മൈലാഞ്ചി ഉണ്ട്. അതൊന്ന് വെട്ടി വിടണമെന്ന് ഓർത്തിരിക്കുകയാണോ. ഒടിഞ്ഞു പോകാറായി. ഒടിഞ്ഞു വീഴുന്നതിന് മുമ്പ് വെട്ടി വിടുവാണെങ്കിൽ, മഴക്കാലത്ത് വെട്ടി വിടുവാണെങ്കിൽ തളർത്ത് വരുമല്ലോ. അതുകൊണ്ട് ഞാൻ വെട്ടണം എന്ന് ഓർത്തു. പിന്നെ കത്തി വയ്ക്കാനൊരു മടി. ഇതിങ്ങനെ വാടിയ പോലെ ഇരിക്കണം. ഞാൻ കുറച്ച് സമയമായി കൊണ്ട് വെച്ചിട്ടൊന്നും നനച്ച് വെച്ചില്ല. നമ്മൾ മൈലാഞ്ചിയിലെ പറിച്ചുകൊണ്ട് വന്നിട്ട് നനച്ച് വെക്കുകയാണെങ്കിൽ അതേപോലെ പച്ച ഇല പോലെ തന്നെ ഇരിക്കും. രണ്ടും ഒരേ പിടുത്തം വീതം മതി. എനിക്ക് മുടി ഒത്തിരി നീളമൊന്നുമില്ല കേട്ടോ. നീണ്ടു വരുമ്പോഴത്തേനും വെട്ടിക്കളയും. അതുകൊണ്ടാണ് നീണ്ടു വരുന്നതേ വെട്ടിക്കളയും. ഞാൻ അടുപ്പത്ത് തീ കത്തിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അടിയിലത്തെ ഇലകൾ ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങിയത്. ഇത് വെച്ച് നല്ല പോലെ വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ വേറെ സാധനങ്ങൾ ചേർക്കണ്ട. ഇത് വറുത്ത് കഴിഞ്ഞിട്ടങ്ങ് ചേർക്കാൻ പറ്റും. ഈ മൈലാഞ്ചിയൊക്കെ ഉണ്ടല്ലോ, മൈലാഞ്ചി ഇലയൊക്കെ നമ്മൾ വറുക്കുമ്പോൾ ഉണ്ടല്ലോ, മൈലാഞ്ചിയുടെ നല്ല പൊടിക്ക് മാത്രമല്ല, ഈ ഇലയ്ക്കും ഇങ്ങനെ വറുക്കുമ്പോൾ നല്ല മണം വരും. ആ ഇലയുടെയും കരിവേപ്പിലയുടെയും നല്ല മണം. എന്നിട്ട് തലമുടിക്ക് നല്ല മണമായിരിക്കും. എന്നും ഇതുപോലെ എന്തെങ്കിലും ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി എന്നും തന്നെ തേക്കുകയാണെങ്കിൽ മുടി വെളുത്ത് വരുകയില്ല. എന്നും തന്നെ തേക്കുമ്പോഴത്തേനും കറുത്ത് തന്നെ ഇരുന്നോളും. നീണ്ടു വന്നതും വെളുത്തിരിക്കണതില്ലേ, അതും കറുത്തിരുന്നോളും. അതുകൊണ്ട് എന്നും തന്നെ നമ്മൾ ഓരോ നാച്ചുറലായിട്ടുള്ള ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി തല തേച്ചാൽ. ഇതിൻ്റെ കൂടേക്ക് നമുക്ക് ചേർക്കണത് ഇതുണ്ട്, കടുക്. രണ്ട് വലിയ സ്പൂൺ കടുക് ചേർക്കണം. കടുക് പിന്നെ ചൂടായി കിടക്കുന്ന ചട്ടിയിലായതുകൊണ്ട് വേഗം തന്നെ പൊട്ടിക്കോളും. കടുകും ഇതും കൂടെ കൂടി ഒരുമിച്ച് ഫ്രൈ ആക്കി എടുക്കാം.
നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്, പുകയൊക്കെ വരുന്നുണ്ട്. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കടത്തി വയ്ക്കാം. ഇതിന്ന് ചൂട് അല്ലെങ്കിൽ ഉണ്ടല്ലോ, ചൂട് കൂടിയിട്ട് ചിലപ്പോൾ തീ പിടിക്കും, ഇതിനകത്തേക്ക് തീ പിടിക്കും. ഇരുമ്പ് ചീഞ്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടല്ലോ, ആ ചൂടേൽ ചിലപ്പോൾ പിന്നെ ശകലൊരു പൊട്ടൽ പോലെ അങ്ങോട്ട് ഉണ്ട്. അതിനകത്തേക്ക് തീ പിടിച്ചെങ്കിൽ പിന്നെ പണിയാവൂലേ. ഇനി ചൂടാറട്ടെ കേട്ടോ. അതെല്ലാം ചൂടാറിയിട്ടുണ്ട്. നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. നമുക്കിത് പൊടിച്ചെടുക്കാം. നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പിടിച്ചിരിക്കും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ഏതാ ഉള്ളത്? പൊടിച്ചെടുക്കണ പാട്, വറുത്തെടുക്കണ പാടേ ഉള്ളൂ. എൻ്റെ ചാനലിൽ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. എന്നിട്ട് എളുപ്പമുള്ള എന്താണെന്ന് വെച്ചാൽ അതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇത് നല്ല കറുത്ത കളറിൽ ഇതിനകത്തേക്ക് നമുക്ക് ചെറിയ ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ എണ്ണ എന്ത് വേണേലും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ വെള്ളമാണ് ഒഴിക്കണേ. വെള്ളം പൊടിച്ചൊന്ന് കുതിർന്ന് വരണം, പൊടിയല്ലേ. ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ വേഗം ആയി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടോ ഇങ്ങനെ കലക്കിയിട്ട് ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ വെക്കണം. അന്നേരം ആ പൊടിയിലേക്ക് വെള്ളം മുഴുവനൊന്ന് ആഗിരണം ചെയ്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാവും. നമ്മുടെ ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ പൊടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അരിക്കൊന്നും വേണ്ട, നല്ല നൈസായിട്ടാണ് പൊടിഞ്ഞത്. നല്ല മൈലാഞ്ചിയുടെ ഒക്കെ നല്ല മണമുണ്ട്. കൈ കൊണ്ട് ഞാൻ കൂട്ടി യോജിപ്പിച്ച് തിരുമ്മി തേക്കുകയാണെങ്കിൽ പെട്ടെന്നങ്ങ് വെള്ളം പിടിച്ചോളും. ഇത് നല്ല കളറാണ്. ഇത് തലയിലേക്ക് തേച്ചാണ്ടല്ലോ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം തേക്കണം കേട്ടോ. അന്നേരം നമ്മുടെ ഉണ്ടായി വരുന്ന വെളുത്ത മുടികളില്ല, അതൊക്കെ നല്ല കറുത്ത കളറിലേക്ക് ആയിക്കോളും. നല്ല സൂപ്പർ ഹെയർ ഡൈ ആയത്. അപ്പോൾ ഞാനതൊരു കെമിക്കലും ചേർത്തിട്ടില്ല. നല്ലൊരു ഹെയർ ഡൈ ആണ്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.